പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2025 ജൂൺ മാസം 6-ാം തീയതി വെള്ളിയാഴ്ച പ്രഭാതത്തിൽ നമ്മുടെ കർത്താവിനെ ആരാധിക്കുവാനും കർത്താവിനെ സ്തുതിക്കുവാനും നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ കർത്താവ് നമ്മളെ കാത്തു പരിപാലിച്ചില്ല. ഓർത്ത് നോക്കി, എത്ര അത്ഭുതകരമായിട്ടാണ് കഴിഞ്ഞ പകൽക്കാലം കർത്താവ് നമ്മളെ നടത്തി. ആ കൈകളെ ഒന്ന് ഉയർത്തി പിടിച്ചിട്ട് കർത്താവിനൊന്ന് സ്തോത്രം ചെയ്തേ. സ്തോത്രം 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 സ്തോത്രം. രാത്രികാലം നല്ല ഉറക്കം തന്നെ നമ്മളെ അനുഗ്രഹിച്ചതിന് ആ കരം ഉയർത്തിപ്പിടിച്ച് കർത്താവിനെ സ്തോത്രം ചെയ്താട്ടെ. സ്തോത്രം 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 സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ഈ പ്രഭാതത്തിൽ ഉണരുവാൻ കർത്താവ് നമുക്ക് അവസരം തന്നല്ലോ. അതിനായിട്ട് കർത്താവിനെ സ്തോത്രം ചെയ്താട്ടെ. കൈകളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പറയാം, കർത്താവെ നന്ദിയോടെ സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം ക്രിസ്തയേശുവിൽ നമ്മളെ ജയത്തോടെ നടത്തുന്ന ദൈവത്തിന്, ഹല്ലേലൂയ, ആനന്ദത്തോടെ നടത്തുന്ന ദൈവത്തിന്, ജയത്തോടെ സൗഖ്യത്തോടെ പരിപാലിക്കുന്ന കർത്താവിന് സന്തോഷത്തോടെ സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിനെ സ്തുതിക്കുവാൻ, കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ജീവിതത്തിൽ ഒരു ദിവസം കൂടെ കർത്താവ് നമുക്ക് തന്നിരിക്കുകയാണ്. ഇതിനെ നമ്മൾ നല്ല ശക്തമായിട്ട് പ്രയോജനപ്പെടുത്തണം. കർത്താവിന് ആരാധന അർപ്പിക്കണം, സ്തുതി സ്തോത്രയാഗങ്ങളെ അർപ്പിക്കണം. മൗനമായിരിക്കരുത്. നമ്മൾ ഇന്ന് രാവിലെ എഴുന്നേറ്റത് നമ്മൾ മിടുക്കരായതുകൊണ്ടല്ല, ദൈവത്തിൻ്റെ കൃപയാണ് നമ്മൾ ഉണർന്നത്. കർത്താവാണ് നമ്മളെ ഉണർത്തിയത്. നമ്മൾ ഉണർന്നെന്ന് പറയാൻ നമുക്ക് പറ്റത്തില്ല. കർത്താവ് എന്നെ ഉണർത്തി. അങ്ങനെയാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്. നമുക്കും പറയാം, കർത്താവെ അങ്ങ് എന്നെ ഉണർത്തിയതിനായി സ്തോത്രം. അങ്ങ് ഉണർത്തിയത് അങ്ങയുടെ പർപ്പസിന് വേണ്ടി ആകിയാൽ സ്തോത്രം. ഇന്ന് പകൽക്കാലം ദൈവിക പർപ്പസ് നമ്മളിലൂടെ നിറവേറപ്പെടട്ടെ. അനേകർക്ക് ബ്ലെസ്സിംഗ് ആയി തീരുവാൻ കർത്താവ് നമ്മളെ ഉപയോഗിക്കുന്നതിനായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ആമേൻ. സങ്കീർത്തനം ഇങ്ങനെ പറയുന്നത്, സങ്കീർത്തനക്കാരൻ 6-ാം സങ്കീർത്തനത്തിൽ പറയുന്നു, 3-ാം വാക്യം, യഹോവേ രാവിലെ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. രാവിലെ ഞാൻ കർത്താവിനായി ഒരുക്കി കാത്തിരിക്കുന്നു. ഞാനോ കർത്താവിൻ്റെ കൃപയുടെ ബഹുത്വത്താൽ, 7-ാമത്തെ വാക്യം, കർത്താവിൻ്റെ ആലയത്തിലേക്ക് ചെന്ന് കർത്താവിൻ്റെ വിശുദ്ധ മന്ദിരത്തിന് നേരെ കർത്താവിലുള്ള ഭക്തിയോടെ ആരാധിക്കും. 12-ാമത്തെ വാക്യം പറയുന്നത്, യഹോവേ അങ്ങ് നീതിമാനെ അനുഗ്രഹിക്കും. പരിച കണ്ടെന്ന പോലെ അവനെ ദയ കൊണ്ട് അവനെ മറയ്ക്കും. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരും ചേർന്നായിട്ട് പ്രാർത്ഥനയിൽ ആരും അശ്രദ്ധരായിട്ടിരിക്കരുത് കേട്ടോ. പിതാവേ, ഞങ്ങൾ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. അങ്ങെപ്പോഴും ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്നതിനായിട്ട് സ്തോത്രം. അങ്ങ് പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്ന ദൈവമാകിയാൽ സ്തോത്രം. ഇന്ന് പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക. ലോകത്തിൻ്റെ വിവിധ ഏടുകളിൽ ഇരുന്നുകൊണ്ട് വിവിധ സ്ഥലങ്ങളിൽ വിവിധ സമയങ്ങളിൽ ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരെയും ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാവരുടെയും ആവശ്യങ്ങൾ ദൈവത്തിൻ്റെ അസാധാരണക്കാരം ആമേൻ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗികൾ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. അസാധാരണമായ ആത്മീയ ആമേൻ അനുഗ്രഹത്തോടൊപ്പം തന്നെ ഭൗതികമായ വിടുതലുകളും യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സംഭവിക്കട്ടെ. ആമേൻ. അത്ഭുതകരമായ വിടുതലുകൾ ഉണ്ടാകട്ടെ. ആമേൻ. യേശുവിൻ്റെ നാമത്തിൽ എല്ലാ വേദനകളും ഇപ്പോൾ സ്റ്റോപ്പാകട്ടെ. എല്ലാ ക്ഷീണങ്ങളും ഇപ്പോൾ മാറിപ്പോട്ടെ. എല്ലാ നംനെസ്സുകളും എല്ലാ ഷിവറിങ്ങുകളും വിറയലുകളും യേശുവിൻ്റെ നാമത്തിൽ സ്റ്റോപ്പാകട്ടെ. എല്ലാ തരത്തിലുള്ള ബലഹീനതകളും യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ഞങ്ങളിപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ ശബ്ദം കേൾക്കുന്നവരെ നോക്കി അനുഗ്രഹിച്ച് യേശുവിൻ നാമത്തിൽ കൽപ്പിക്കുന്നു, ദൈവിക ആരോഗ്യം പ്രാപിക്കുക, ദൈവിക ആരോഗ്യം പ്രാപിക്കുക. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആരോഗ്യമുള്ളവരായി മാറുക. അതുപോലെ സാമ്പത്തികമായ ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്നവരുണ്ട്, ജോലിയില്ലാത്തവരുണ്ട്. ഞങ്ങൾ അവർക്ക് വേണ്ടി ഒരുമിച്ച് ഞങ്ങളുടെ കരങ്ങളെ ഉയർത്തി പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഈ പകൽക്കാലം ചില അത്ഭുതങ്ങൾ അവർക്ക് വേണ്ടി നടക്കുന്നതിന് സ്തോത്രം. കർത്താവേ, വിദ്യാഭ്യാസം നടത്തിക്കൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരുടെ അഡ്മിഷനുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ ദിവസം കർത്താവ് ചില അത്ഭുതകരമായ വിടുതലുകൾ അവരുടെ എഡ്യൂക്കേഷനിൽ അയക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. അതുപോലെ കർത്താവേ, ഞങ്ങൾ വിവാഹപ്രായമായ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തക്ക സമയത്ത് അവർക്ക് ആവശ്യമായ പ്രപ്പോസൽ വരട്ടെ, അത് ഫിക്സ് ആകട്ടെ. ഈ മാസം അതിനകത്ത് അത്ഭുതങ്ങൾ നടക്കുന്നതിന് സ്തോത്രം ചെയ്യുന്നു. അതുപോലെ കർത്താവേ, ബിസിനസ് ചെയ്യുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ ദിവസങ്ങളിൽ പുതിയ പുതിയ ഓപ്പണിങ്ങുകൾ തൻ്റെ കുഞ്ഞുങ്ങൾക്കുണ്ടാകട്ടെ. പുതിയ പുതിയ ബന്ധങ്ങൾ ഉണ്ടാകട്ടെ. ജോലി ചെയ്യുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ അവർക്ക് ഉയർച്ച കൊടുത്ത് അനുഗ്രഹിക്കണം. കർത്താവെ, ലോകമെമ്പാടും കർത്താവിൻ്റെ വേലയിലായിരിക്കുന്ന അഭിഷക്ത ദാസന്മാരെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. കർത്താവിൻ്റെ കൃപ അവരോടുകൂടെ ഇരിക്കട്ടെ. ദൈവ സാന്നിധ്യം അവരോടുകൂടെ ഇരിക്കട്ടെ. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. ആമേൻ. ഒരു ഉണർവിനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. ക്രിസ്തുയേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ ആമേൻ. കർത്താവ് നിങ്ങളെല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. കർത്താവ് അനുവദിക്കുന്ന പക്ഷം
ഇന്ന് രാവിലെ ഇന്ത്യൻ സമയം 8 മണിയോടുകൂടെ നമ്മുടെ സഭായോഗം ആരംഭിക്കും. പ്രാർത്ഥനയോടുകൂടെ നിങ്ങൾ അതിൽ പങ്കെടുത്താൽ നിങ്ങളുടെ ജീവിതത്തിൽ അത് വലിയ അനുഗ്രഹമാകും. ഈ എൻകൗണ്ടർ ദൈവിക ഇടപെടലിൻ്റെ മാസത്തിൻ്റെ ആദ്യത്തെ സഭായോഗമാണ്. പ്രാർത്ഥിച്ച് പങ്കെടുക്കുക. രണ്ടാമത്തെ കാര്യം ഓർപ്പിക്കാനുള്ളത്, നാളെ കർത്താവ് അനുവദിച്ചാൽ ഇന്ത്യൻ സമയം 11 മണിക്ക് ശേഷം നമുക്ക് കാത്തിരിപ്പ് യോഗമുണ്ട്. ഏകദേശം 3:30 വരെ ആയിരിക്കും ഇന്ത്യൻ സമയം. അതിലും നിങ്ങൾ പങ്കെടുക്കുക. പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് ശക്തി പ്രാപിച്ച് മുന്നേറുവാൻ ആ മീറ്റിംഗ് നിങ്ങളെ സഹായിക്കും. ഇന്ന് പ്രഭാതത്തിൽ യെശയ്യാവിൻ്റെ പുസ്തകം 46-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യം നമുക്കറിയാവുന്ന വാക്യമാണ്. നിങ്ങളുടെ വാർദ്ധക്യം വരെ ഞാൻ അനന്യൻ തന്നെ, നിങ്ങൾ നരയ്ക്കുവോളം ഞാൻ നിങ്ങളെ ചുമക്കും. ഞാൻ ചെയ്തിരിക്കുന്നു, ഞാൻ വഹിക്കുകയും ഞാൻ ചുമന്ന് വിടുവിക്കുകയും ചെയ്യും. ഹല്ലേലൂയ. ഇത് യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഈ വാക്യം അതുപോലെ സംഭവിക്കട്ടെ. ഇതൊരു ചെറിയ ഒരു സ്നേഹ ലേഖനമായിട്ട് നമുക്കിതിനെ കാണാം. കർത്താവിൻ്റെ ഒരു സ്നേഹലേഖനം. കർത്താവ് പറയുക, തുടക്കം മുതൽ അവസാനം വരെ ഞാൻ നിന്നെ സൂക്ഷിക്കും, ഞാൻ നിന്നെ കരുതും. നീ ശക്തനായിരിക്കുമ്പോഴും നീ ദുർബലനായിരിക്കുമ്പോഴും ഞാൻ നിന്നെ ചുമക്കും. ഇതാണ് ഇതിൻ്റെ യഥാർത്ഥ ആ ഒരു വാക്യത്തെ നമ്മൾ ചെറുതായിട്ടൊന്ന് ആക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകാവുന്നത്. ആമേൻ, ഹല്ലേലൂയ. അപ്പം ഇന്ന് ഈ ലോകത്തിൽ എല്ലാവരും തങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടി ഇൻഷുറൻസുകൾ എടുത്തുകൊണ്ടിരിക്കുന്നു, മ്യൂച്വൽ ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. അവർ സ്വയമായിട്ട് എങ്ങനെ അവരെ ശക്തിപ്പെടുത്താം, എങ്ങനെ ബലപ്പെടുത്താമെന്നൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മുടെ സൃഷ്ടിതാവായ ദൈവം നമ്മളോട് പറയുന്നു, ഞാൻ നിനക്ക് പരിപാലകനായി നിൻ്റെ കൂടെയിരിക്കും. ആമേൻ. ഞാൻ തുടങ്ങിയത് ഞാൻ അവസാനിപ്പിക്കുന്ന അല്ലെങ്കിൽ ഇടയ്ക്ക് വെച്ച് ഉപേക്ഷിച്ച് കളയുന്ന ദൈവമല്ല. ആമേൻ. നമ്മളെ അവസാനം വരെ സൂക്ഷിക്കാമെന്നുള്ള ദൈവിക വാഗ്ദത്തം നമുക്ക് നൽകിയിരിക്കുക. മറ്റുള്ളവർ നമ്മളെ ഉപേക്ഷിക്കുമ്പോൾ കർത്താവ് പറയുക, ഞാൻ നിന്നെ പിടിച്ച് എന്നോടുകൂടെ ചേർത്ത് നിർത്തും. 33-ാം ആവർത്തനം 33-27 മോശ പറഞ്ഞൊരു വാക്യമുണ്ട്, പുരാതനനായ ദൈവം നിൻ്റെ സങ്കേതം, കീഴെ ശ്വാശ്വത ഭുജങ്ങളുണ്ട്. ആമേൻ. അപ്പം നമ്മൾ ബലഹീനരാകുകയോ ക്ഷീണമെന്ന് തോന്നുകയോ ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഭാരപ്പെടേണ്ട ആവശ്യമില്ല. എല്ലായിടത്തും നമ്മളെ സൂക്ഷിപ്പാൻ നമുക്ക് കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം. സമ്മർദ്ദമുള്ളപ്പോഴും രോഗമുള്ളപ്പോഴും ദുഃഖമുള്ളപ്പോഴും വിജയമുള്ളപ്പോഴും എല്ലായിടത്തും കർത്താവ് നമ്മളെ ഉള്ളം കയ്യിൽ വരയ്ക്കുമെന്നാണ് ഈ വാക്യത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. ഹല്ലേലൂയ. സ്തോത്രം. നമ്മളെ നടക്കാൻ സഹായിക്കുക മാത്രമല്ല, നമുക്ക് അനങ്ങാൻ കഴിയാത്തപ്പോൾ അവൻ നമ്മളെ ഉയർത്തിക്കൊണ്ട് നമ്മളെ എടുത്തുകൊണ്ട് നടക്കും. അതാണ് ചുമക്കും. ഞാൻ നിങ്ങളെ ചുമക്കും, ഞാൻ നിങ്ങളെ താങ്ങും, ഞാൻ നിങ്ങളെ രക്ഷിക്കുമെന്ന് കർത്താവ് പറയുന്നത്. അപ്പോൾ വാർദ്ധക്യം വരെ, അതായത് ജീവിതകാലം മുഴുവനും എന്നുവരെ ഈ ഭൂമിയിലുണ്ടോ അന്നുവരെ കർത്താവ് മാറാത്തവനായി, മതിയായവനായി, ആരോഗ്യം തരുന്നവനായി, സമാധാനം തരുന്നവനായി, സ്വസ്ഥത തരുന്നവനായി, കരുതുന്നവനായി, പരിപാലിക്കുന്നവനായി, സൂക്ഷിക്കുന്നവനായി, മറ്റാർക്കും ചെയ്യാൻ കഴിയാത്ത വാഗ്ദത്തം, മറ്റാർക്കും പറയാൻ കഴിയാത്ത വാഗ്ദത്തം തന്ന് ഇന്ന് ദൈവസഭയെ അനുഗ്രഹിച്ചിരിക്കുക. അതുകൊണ്ട് ദൈവമക്കളെ സന്തോഷിപ്പീൻ, കർത്താവിൽ സന്തോഷിപ്പീൻ. ആമേൻ. ഈ കർത്താവിൻ്റെ സ്നേഹത്തിൽ സന്തോഷിപ്പീൻ, കർത്താവിൻ്റെ ബലത്തിൽ സന്തോഷിപ്പീൻ, കർത്താവിൻ്റെ ശക്തിയിൽ സന്തോഷിപ്പീൻ. അവൻ നമ്മളെ അന്ത്യം വരെ ചുമന്ന് കൊണ്ടുപോകുന്ന ദൈവമാണ്. കരമുയർത്തിയ കർത്താവിനൊന്ന് സ്തോത്രം പറഞ്ഞാട്ടെ. അതുകൊണ്ട് ഈ ലോക ജീവിതത്തിൽ ഒന്നിനെക്കുറിച്ച് നിങ്ങൾ വിചാരപ്പെടേണ്ട. ഈ വാക്യം ഒന്നുകൂടൊന്ന് വായിക്കാം. 46:4. നിങ്ങളുടെ വാർദ്ധക്യം വരെ ഞാൻ മാറാത്തവൻ. ഹല്ലേലൂയ. നിങ്ങൾ നരയ്ക്കോളം ഞാൻ നിങ്ങളെ ചുമക്കും. ആമേൻ. ഞാൻ ചെയ്തിരിക്കുന്നു, ഞാൻ വഹിക്കുകയും ഞാൻ ചുമന്ന് വിടുവിക്കുകയും ചെയ്യുന്നു. കർത്താവേ, ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരുടെയും ഉള്ളിൽ ഈ വചനം ഒരു വെളിപ്പാടായി കയറി വരട്ടെ. ഈ വചനം അവരുടെ ജീവിതത്തിൽ ദൈവിക ഇടപെടലായി മാറട്ടെ. എല്ലാ ടെൻഷനുകളും മാറട്ടെ, ആകുലതകൾ മാറട്ടെ, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നമ്മൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ, ആമേൻ, 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 കടൽക്കരയിലെ മണൽത്തരി പോലെ അത്യന്തം വർദ്ധിച്ചു വരും. വി ആർ ബ്ലസ്ഡ്, we are really blessed, we are permanently blessed and highly favored. God bless you, God bless you, God bless you.